നാളെയാണ് കേരളം കാത്തിരുന്ന ആ ദിവസം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവവികാസമായ എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണായക ഇഡിയുടെ നീക്കം നാളെയാണ്. ഒരു ചുക്കും ചുണ്ണാപ്പും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇഡിയുടെ മുന്നിൽ ഹാജരാകില്ല എന്ന് ഉറപ്പിച്ച് കാരണസഹിതം വ്യക്തമാക്കിക്കൊണ്ട് ഇമെയിൽ അയച്ചിരിക്കുകയാണ് വീണ വിജയൻ. ഇക്കാര്യം നമ്മൾ നേരത്തെ മലയാളി വാർത്ത പുറത്തു പറഞ്ഞതാണ്. വീണ വിജയൻ ഹാജരാകില്ല എന്ന് വ്യക്തമാക്കിയതാണ്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വീണ വിജയൻ ഹാജരാകില്ല. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ കരിമണൽ കമ്പനി മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നീക്കങ്ങൾക്ക് മുന്നിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ കുടുംബം അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാവുകയാണ്. നാളെ കൊച്ചിയിലെ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ മകളും IT കമ്പനി ഉടമയുമായ വീണ തൈക്കണ്ടിയിൽ നാളെ ഹാജരാകില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് നാളെ എത്താൻ സാധിക്കാത്തതെന്നും മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നും കാണിച്ച് വീണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി ഇമെയിൽ സന്ദേശം അയക്കുകയായിരുന്നു. എന്നാൽ വീണയുടെ ഈ നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കാനും വൈകാതെ തന്നെ പുതിയൊരു തീയതി നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുമാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തേക്കുമെന്ന കടുത്ത ഭയമാണ് അവസാന നിമിഷം ഇമെയിൽ അയച്ച് മാറി നിൽക്കാൻ വീണയെ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സാധാരണ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ഒഴിവാക്കാനായി പ്രതികൾ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ ഔദ്യോഗികമായി ലഭ്യമാക്കാത്തത് കാരണം വീണയ്ക്ക് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ സാധിക്കാത്ത നിയമപരമായ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. ഇതോടെ നിയമപരമായ മറ്റ് സംരക്ഷണങ്ങൾ ഒന്നും ലഭിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നേരിട്ടെത്തുന്നത് കടുത്ത അപകടമാണ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ കുടുംബവും അവരുടെ നിയമ വിദഗ്ധരും വിലയിരുത്തുന്നു. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് കള്ളപ്പണ ഇടപാടുകളും ക്രമക്കേടുകളും കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്ന ഗുരുതരമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത്. മുൻപ് കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും വീണയ്ക്ക് 2,78,00,000 രൂപയും മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പയും ലഭിച്ചിരുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് താൽക്കാലികമായി ഒഴിഞ്ഞുമാറാൻ വീണ ശ്രമിക്കുമ്പോഴും കേസിലെ മറ്റ് പ്രധാന പ്രതികളെയും സാക്ഷികളെയും കൊച്ചിയിലെ ഓഫീസിലെത്തി ശക്തമായ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസി കടന്നു കഴിഞ്ഞു. കരിമണൽ കമ്പനിയായ CMRLലെ ചീഫ് ഫിനാൻസ് ഓഫീസർ, സീനിയർ മാനേജർ തുടങ്ങിയ പ്രമുഖ ജീവനക്കാർ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ അതിശക്തമായ റെയ്ഡുകളിൽ നിന്നും ശേഖരിച്ച കമ്പ്യൂട്ടർ രേഖകൾ, ഡയറികൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ മുന്നിൽ വെച്ചാണ് ഈ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്നും എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ പ്രധാന സൂത്രധാരനായ കരിമണൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ മകൻ, ഭാര്യ എന്നിവർ ഉൾപ്പെടെ 9 പ്രമുഖർക്കാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരും ചോദ്യം ചെയ്യലിന് ഹാജരാക്കേണ്ടതുണ്ട്. ശശിധരൻ കർത്തയോട് വരും തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാനാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇവർ നൽകുന്ന മൊഴികളും പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തെളിവുകളും ഒത്തുനോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ഈ കള്ളപ്പണ കേസ് പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിന്റെ CPMനും വലിയ തിരിച്ചടിയായാണ് സമ്മാനിക്കുന്നത്. ഭരണകക്ഷി നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട കടുത്ത സമരങ്ങളിലേക്ക് നീങ്ങാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ പണം കള്ളപ്പണമായി വെളുപ്പിച്ചു എന്ന ഗുരുതരമായ ആരോപണം നിലനിൽക്കുമ്പോൾ സ്വന്തം മകളെ സംരക്ഷിക്കാൻ മുൻപ് ഭരണപദവി ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപവും ശക്തമാണ്.
പിണറായി വിജയന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നിയമ ചർച്ചകളാണ് ഇതേ ചൊല്ലി ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഇഡി നടത്തിയ പ്രാഥമിക പരിശോധനകളിലും ചോദ്യം ചെയ്യലിലും വീണ നൽകിയ മൊഴികളും നിലവിൽ ഏജൻസി ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇക്വിപ്മെന്റ് റെന്റ്, സോഫ്റ്റ്വെയർ സേവനങ്ങൾ എന്നിവയുടെ പേരിൽ കൈപ്പറ്റിയ പണത്തിന് കൃത്യമായ നികുതി രേഖകളോ കൃത്യമായ സേവനം നൽകിയതിന്റെ തെളിവുകളോ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. പരസ്പര വിരുദ്ധമായ മൊഴികൾ അറസ്റ്റിലേക്ക് നയിക്കുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് നാളെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറിയതെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ പിടിച്ചെടുത്ത തെളിവും അതുപോലെ തന്നെ പ്രാഥമിക മൊഴികളും കേന്ദ്ര ഏജൻസി ശേഖരിച്ച പുതിയ സാമ്പത്തിക രേഖകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പ്രാഥമിക പരിശോധനയിലും ചോദ്യം ചെയ്യലിലും വീണ നൽകിയ മൊഴികളും നിലവിൽ ഏജൻസി കണ്ടെത്തിയ ശാസ്ത്രീയ തെളിവുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുണ്ടെന്നാണ് പറയുന്നത്. ഉപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയതിനും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയതിനുമാണ് പണം കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കാൻ കൃത്യമായ നികുതി രേഖകളോ കൃത്യമായ സേവനം നൽകിയതിന്റെ തെളിവുകളോ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ പരസ്പര വിരുദ്ധമായ മൊഴികൾ വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാൽ വരും ദിവസങ്ങളിൽ വീണ വിജയന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എത്രനാൾ മാറി നിൽക്കാൻ സാധിക്കുമെന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മുന്നിൽ നിയമവഴികളെല്ലാം അടയുന്നതായാണ് സൂചന. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സാങ്കേതിക വിവരങ്ങൾ ലഭ്യമാകാത്തത് കാരണം വീണയ്ക്ക് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ സാധിക്കാത്ത വലിയ നിയമ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. മുൻകൂർ ജാമ്യം പോലും ലഭിക്കാത്ത അവസ്ഥയിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് കേന്ദ്ര ഏജൻസിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങേണ്ടി വരുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരസ്പര വിരുദ്ധമായ മൊഴികളും പുതിയ തെളിവുകളും നേരിട്ടുള്ള അറസ്റ്റിലേക്ക് നയിക്കുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് കടുത്ത ഭയത്താൽ നാളത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് വീണ ഒഴിഞ്ഞുമാറിയതെന്ന് രാഷ്ട്രീയ എതിരാളികളും ആരോപിക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൊച്ചിയിലെ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചിരുന്ന വീണ വിജയൻ നാളെ ഹാജരാകില്ല എന്ന് കാണിച്ചുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള അടിയന്തര ഇമെയിൽ സന്ദേശം വന്നതിന് പിന്നാലെ ഇത് നേരത്തെ ഊഹിച്ചതാണ് എന്ന് വ്യക്തമാക്കുകയാണ് മലയാളികളും.